യേശുവിനെ സ്വസ്ത്രം. എൻ്റെ പേര് റോസ് മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പുത്തഞ്ചിറയിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ ജൂണിൽ 2 മാസമായി ജൂൺ 14 താമസിച്ചുള്ള ധ്യാനത്തിന് ഞാനും ഭർത്താവും വന്നിരുന്നു. അതിന് കിട്ടിയ സാക്ഷിയാണ്. 2019 എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആമവാദത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് ഏകദേശം ഒരു 2.25-3 കൊല്ലത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിസിൻ നിർത്തിക്കോ, അടുത്ത ഡെലിവറി കഴിയുമ്പോൾ ഇത് വരണമെങ്കിൽ കൂടാണെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല, മെഡിസിൻ എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3 വർഷം മരുന്ന് കഴിച്ചത് നിർത്തി. പക്ഷേ ഈ 3 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ തണുപ്പൊട്ടും പറ്റില്ല. വൈകിട്ടൊരു 6 മണി അല്ലെങ്കിൽ ഒരു 7 മണി കഴിഞ്ഞ് എങ്ങനെ പോയാലും സാധാ തണുപ്പുള്ള വെള്ളത്തിൽ, നമ്മുടെ വീട്ടിലെ വെള്ളത്തിൽ കുളിച്ചാൽ പലപ്പോഴും കൈ ഫുള്ള്, 2 കൈയുടെ ഉള്ളിൽ ഫുള്ള് വയലറ്റ് കളറാവും, നീലയ്ക്കും. മിക്ക ദിവസവും ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. കുളിക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് കൈ കൊട്ടും. അതായത് എങ്ങനെയെങ്കിലും കൈ ഒന്ന് ചൂടാക്കി കുളി കഴിഞ്ഞ് ഇറങ്ങണമല്ലോ. അപ്പോൾ പൈപ്പ് തുറന്നിട്ട് കൈ കൊട്ടും, അല്ലെങ്കിൽ അവിടെ നിന്ന് കരയും. അതിൻ്റെ ഒരു പരുവത്തിനങ്ങ് കുളിച്ചിറങ്ങും. ഇത് സെയിം പ്രശ്നം തന്നെ മഴക്കാലമായാലും മഞ്ഞുകാലമായാലും തീരെ പറ്റില്ല. രാത്രി 8 മണിക്ക് ശേഷം ഒട്ടും പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും കടകളിൽ പോവാണ്, AC പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് പോവാണ്, 1 മണിക്കൂർ 1/2 മണിക്കൂറിൽ കൂടുതൽ AC-യിൽ ഇരുന്നാൽ അത് പ്രശ്നമാണ്. തൊണ്ട, ചെവി, മുട്ടുവേദന, മരയിപ്പ്, അതുപോലെ കിടന്നുറങ്ങുമ്പോൾ തണുപ്പ് കാലമാണെങ്കിൽ കാലും അസിഡികറും, ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം ഞാൻ തമാശയ്ക്ക് വീട്ടിലുള്ളവരോട് പറയും, തണുപ്പ് ടെസ്റ്റ് ചെയ്യണ ഒരു ഉപകരണമായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നെ എന്ന് ഇടയ്ക്ക് അവരോട് പറയാറുണ്ട്. അങ്ങനെ ഇരിക്കലെയാണ് ഈ കഴിഞ്ഞ അപ്പം ഞാൻ എൻ്റെ ഈ അവസ്ഥയ്ക്ക് എനിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി ഞാനത് അങ്ങനെ കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ വലത്തുകാലിനും മുട്ടുവേദനയുണ്ട് നല്ലോണം. അത് ഇതിൻ്റെ ഭാഗമാണ്. പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്താനായിട്ട് ഒരു രഹസ്യം മുട്ടുത്തി കഴിഞ്ഞാൽ കയ്യോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് പൊന്താൻ പറ്റില്ല. അതുപോലെ പള്ളിയിൽ ചെന്ന് നിന്നാലും 1 മണിക്കൂർ കുർബാനയ്ക്ക് നമുക്ക് ടൈലിൽ ചവിട്ടി നിൽക്കാൻ പറ്റില്ല. ഞാൻ പതിയെ ഇങ്ങനെ ചവിട്ടിയോ അല്ലെങ്കിൽ കസേരയൊക്കെ തപ്പിപ്പോവും. കാരണം എത്ര ചെറുപ്പത്തിലെ ആൾക്കാരിങ്ങനെ സപ്പോർട്ട് കൂടി എനിക്ക് നാണക്കേടായാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ധ്യാനത്തിന് ബുക്ക് ചെയ്ത് വന്നപ്പോൾ ഇവർ എന്നോട് പറഞ്ഞിരുന്നു, ഇവിടെ തണുപ്പുള്ള ഏരിയയാണ്, ധ്യാന ഹോൾ AC ആണ്, സെക്ടറും സോക്സും കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ കൂടി സോക്സൊക്കെ ഇട്ടിട്ട് എന്നും കിടന്നുറങ്ങാം, തലയിൽ തുണി കെട്ടി സോക്സ് ഇട്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ കിടന്നുറങ്ങാം. അപ്പം ഞാൻ ആ സെക്ടറൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നു. ജൂൺ 14 കഴിഞ്ഞ ജൂൺ 14 കഴിഞ്ഞ വർഷം അല്ല, ഈ വർഷം 2 മാസം മുൻപ്. അപ്പോൾ അങ്ങനെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് കിടക്കാനായിട്ട് താഴെ ബെഡാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്ഥലം കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കാര്യം പോക്കാന്ന് തോന്നണേ, നിങ്ങൾക്ക് കട്ടിൽ കിട്ടിയില്ലേ, ഞാൻ 5 ദിവസം കിടക്കണത് എങ്ങനെയാണെന്ന് സംശയം പറഞ്ഞു. അതേപ്പോൾ ഞാൻ ആളോട് തന്നെ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ചേച്ചിയോട് പറയാൻ പോവാ, എനിക്കിങ്ങനെ താഴെ കിടക്കാൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, 5 ദിവസം കിടക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വൈകുന്നേരം ഇവിടെ കിടക്കുമ്പോൾ കാലുമ സോക്സ് ഇടും, തലയിൽ സാധാരണ മരിയനെ ഇതൊക്കെ കെട്ടിക്കെടുക്കും. ഇവിടെ ഹാളിലേക്ക് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം തപ്പി സെക്ടർ ഇടുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്. ആരെയും കാണാനില്ല, ഒരു സിസ്റ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം നാണക്കേടുകൊണ്ട് ഞാൻ സെക്ടറും ഇട്ടില്ല. പക്ഷേ ഈ 5 ദിവസവും എനിക്ക് കാല് മരയിക്കുകയോ ഇവിടുത്തെ വെള്ളത്തിൽ വെള്ളം മാറി കുളിച്ചിട്ട് കൈ നീലയ്ക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിനിടയിൽ 2-ാം ദിവസം കൗൺസിലിങ്ങിന് പോയപ്പം ബ്രദർ എന്നോട് ചോദിച്ചു, വലത്തെ കാലിൽ മുട്ടുവേദന ഉണ്ടല്ലോ, ആർക്കാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കാണ്, ഇന്നമാതിരി സംഭവം പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, സൗഖ്യം തരുന്നുണ്ട് ഈശോ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇതുവരെ ഈ 2 മാസമായിട്ട് മറ്റേത് ഒരു രഹസ്യം മുട്ടുകുത്തി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു ജപമാല ഫുള്ള് വേണമെങ്കിൽ മുട്ടുകുത്തി നിൽക്കും. കോണി 2 പ്രാവശ്യം കയറി അടുപ്പിച്ച് കയറാൻ പറ്റില്ല. ഇപ്പോൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും കോണി കയറി ഇറങ്ങാം. രാത്രി 10 മണിക്കും 9 മണിക്കും കുളിച്ചാലും കൈ നീലയ്ക്കുകയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നല്ലൊരു ഗൈഡ് കൊടുത്ത് എന്തൊരു വലിയ സൗഖ്യമല്ല. ആമവാദം നിസ്സാര രോഗകാരാണോ ആമവാദം, അതാണ് സൗഖ്യം കിട്ടുന്നത് കേട്ടോ. യേശുവിനെ വലിയ സൗഖ്യമാണ് കേട്ടോ.